ആരെയും മ്യൂട്ട് ചെയ്യുന്നില്ല. അത് ടൈംസ് നൗവിലല്ല, നമ്മുടെ റിപ്പബ്ലിക് ചാനലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം. അത്രയും പേര് 10 പേര് ഇങ്ങനെ ഒരേ സമയം സംസാരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളതിനെ രാവണ സ്കൂൾ ഓഫ് ജേർണലിസം എന്ന് വിളിക്കാറുണ്ട്. ഒരേ സമയം സംസാരിക്കും, 10 തലകളിൽ സംസാരിക്കും. ആർക്കും ഒന്നും മനസ്സിലാവില്ല, ആരെന്താ പറയുന്നതെന്ന് അറിയില്ല. പക്ഷേ അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് അവിടെ ഒരു ക്ലാഷ് ഉണ്ടായെന്ന് തോന്നിക്കുക. ആ ക്ലാഷാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃശ്യമാധ്യമത്തെ നിലനിർത്തുന്നത് എന്നാണ് അതിൻ്റെ പിന്നിലുള്ള പ്രമാണം. അപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ സംഭാഷണങ്ങൾ, അഭിമുഖം എന്ന് പറയുന്നതും നമ്മൾ ചോദ്യം ഉത്തരം എന്നൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഓരോ അഭിമുഖവും ഒരു സംഭാഷണമാണ്. 2 മനുഷ്യർ തമ്മിലുള്ള സംഭാഷണമാണ്. ആ സംഭാഷണത്തിൻ്റെ എലിമെൻ്റാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ അതിന് ഉത്തരം ചോദിക്കുന്നു, അതിനൊക്കെ അപ്പുറത്തൊരു സംഭാഷണമാണ്. ഇപ്പോൾ നമ്മളുടെയൊക്കെ സംഭാഷണം 1-2 ആളുകൾ തമ്മിൽ ഉണ്ടായിരുന്ന സംഭാഷണം, ആ സംഭാഷണത്തിൻ്റെ സ്വഭാവം മാറിയിട്ട് ഇപ്പോൾ അതൊരു പബ്ലിക് മീറ്റിംഗ് പോലെയായി. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അതൊരു സ്വകാര്യ സംഭാഷണമല്ല, അതൊരു പബ്ലിക് മീറ്റിംഗ് പോലെയായി. എല്ലാവർക്കും അഭിപ്രായമുണ്ട്, അത് പറയാനൊരു പ്ലാറ്റ്ഫോമും ഉണ്ട്. അതിനെക്കുറിച്ചുള്ള അറിവ് വേണമെന്ന് തന്നെയില്ല. വസ്തുതകൾ സംബന്ധിച്ച് അവർക്ക് ബോധ്യമുണ്ടാകണമെന്നുമില്ല. എല്ലാവർക്കും ഒരു അഭിപ്രായമുണ്ട്, അത് പങ്കുവെക്കാൻ ഒരു വേദിയും ഉള്ളതുകൊണ്ട് അജ്ഞാത നാമത്തിലുള്ള ആളുകൾ, അനോണിമസ് ജേർണലിസ്റ്റ് എന്ന് പറയും, അങ്ങനെ ആരാണെന്ന് നമ്മളുടെ പറയാതെ നമ്മളുടെ ഈ അജ്ഞാതത്വത്തിൻ്റെ മറവിൽ ആർക്കുമെതിരെ എന്തും പറയാം എന്ന് കരുതുന്ന ആളുകളും ഈ സോഷ്യൽ മീഡിയയിലെ വളരെ ആക്റ്റീവാണെന്ന് നിങ്ങൾ കാണുന്നതാണ്. നമ്മളൊരു വ്യവസ്ഥിതിയിൽ നേരത്തെ മുതലേ ഈ ഡിസഗ്രിമെൻ്റ് ഉണ്ട്. നമ്മളുടെ ഒരു പാരമ്പര്യത്തിൽ തന്നെ നമുക്കുള്ളതാണ് ഡിസഗ്രിമെൻ്റ്. കുഴപ്പമില്ല, ഡിസ്കോഡ്, കുറച്ച് പറ്റിയ ഡിസ്ക്രിപ്ഷൻ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ എല്ലാ തരത്തിലും ഒരു ഡിസ്കഷനും അത് സംബന്ധിച്ച ഒരു ഡിസിഷനും ഉണ്ടായിരുന്നു. ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും മുൻനിർത്തിയുള്ള വിയോജിപ്പുകൾ ഉള്ളപ്പോൾ പോലും അതിനപ്പുറത്ത് ചർച്ചയും ആ ചർച്ചയിൽ നിന്നുണ്ടാകുന്ന ഒരു തീരുമാനവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഡിസ്ട്രപ്ഷനിലേക്ക് മാത്രമായിട്ട് മാറി. ഡയലോഗ് എന്ന് പറയുന്നതില്ല, അതിനെ സംബന്ധിച്ചൊരു ഡിസ്കഷൻ ഇല്ല. അങ്ങനെ ഇപ്പോൾ റിസൻറ്റും നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, പക്ഷെ കൺസെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ഇല്ല. ഇപ്പോൾ മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു തത്വമുണ്ട് നോം ചോസ്കിയുടെ. പക്ഷെ ആ മാനുഫാക്ചറിങ് കൺസെൻറ്റ് എന്നുള്ളതിന് പകരം മാനുഫാക്ചറിങ് കോൺഫ്ലിക്റ്റ് എന്നതിലേക്ക് എല്ലാ തരത്തിലും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു മാറ്റം വന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് മാധ്യമങ്ങളോടുള്ള സമീപനത്തിലാണ്. ഇപ്പോൾ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് സഞ്ചരിച്ചിട്ടും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നായനാരാണേലും, അതുപോലെ PS അച്യുതാനന്ദനാണേലും, AK ആന്റണി ആയാലും, C അച്യുതമേനോനും. അപ്പോൾ ഇവരെ നമുക്ക് ആ സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാക്കളുടെ കാലത്ത് മാധ്യമങ്ങളോടുണ്ടായിരുന്ന ഒരു സമീപനം, അവർ എല്ലാ തരത്തിലും മാധ്യമങ്ങളോട് യോജിച്ചു എന്നോ സമരം പിണങ്ങിയിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വന്ന ഒരു വലിയ മാറ്റം ഇപ്പോൾ ഈ മിക്കവാറുമുള്ള വലിയ നേതാക്കൾക്ക്, അല്ലെങ്കിൽ വലിയ പാർട്ടിയുടെ നേതാക്കൾക്ക്, വലിയ ശക്തി ഉണ്ട് എന്ന് കരുതുന്ന നേതാക്കൾക്ക് അവരുടെ ഒരു ആംപ്ലിഫയർ ആയിട്ട് മാത്രം മതി മാധ്യമങ്ങളല്ലേ. അല്ലാതെ ആ മാധ്യമങ്ങളും കൂടിയാണ് ഞങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്ന് അവർ മാറി. ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ്. അവർക്ക് അവരുടെ അനുയായി വൃന്ദങ്ങളുണ്ട്, അവരുടെ ഭക്തസംഘമുണ്ട്, അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സൈബർ പോരാളികളുണ്ട്. അതുകൊണ്ട് ഈ മുഖ്യധാര മാധ്യമങ്ങളെ അവഗണിച്ചാലും നിങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകളുണ്ട് എന്ന തരത്തിൽ അവരുടെ മനോഭാവം ആകി. അത് വളരെ പ്രകടമായിട്ട് അവർ പറയുന്നില്ലെങ്കിൽ കൂടി അത് ഉണ്ട് എന്നതൊരു വാസ്തവമാണ്. ഇപ്പോൾ കരുണാകരനെ കുറിച്ചിട്ട് മാതൃഭൂമിയിലെ കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണൻ ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചു, ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ലീഡർക്കെതിരെ വരയ്ക്കുന്നതിന് എന്തെങ്കിലും